ദോശയും ഇഡ്ഡലിയും തമിഴന്മാരുടെയും മലയാളികളുടെയൊക്കെ ഒരു പ്രത്യേക വിഭവം. അപ്പൊ ആ ദോശയിലെ പലതരം ദോശകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതിലൊരു ചമ്മന്തി ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ ചമ്മന്തി ദോശ. അതിനായിട്ട് തേങ്ങ ചിരവിയത് കുറച്ചെടുക്കുക. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിനയുടെ ഇല, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, പുളിങ്ങ, ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ചതച്ചെടുക്കാന്നും വേണമെങ്കിൽ പറയാം. ഇതുപോലെ അരഞ്ഞു കിട്ടിയാൽ മതി. ഇനി ദോശക്കല്ല് അങ്ങോട്ട് ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവിങ്ങനെ ഒഴിച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. നന്നായിട്ട് വട്ടം വീശിയതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. കൂടുന്തോറും ടേസ്റ്റ് കൂടും, അതുപോലെ കുറച്ച് അൺഹെൽത്തി ആവുകയും ചെയ്യും. ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ പുരട്ടി കൊടുക്കുക. നല്ല പരത്തി കൊടുക്കുക. ചമ്മന്തി പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ കട്ടിക്ക് പരത്താം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇങ്ങനെ കുറച്ച് ആയിട്ട് ഇങ്ങനെ പരത്തുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നതാണ്. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. മറിച്ചിട്ടതിന് ശേഷം ചമ്മന്തി കരിയാതെ നോക്കണേ. എന്നിട്ട് ചൂടോടെ അതങ്ങോട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ചൂടോടെ ചട്നി കൂട്ടിയോ കൂട്ടാതെയോ ഒക്കെ വേണമെങ്കിലും കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ദോശയും ഇഡ്ഡലിയും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ്. പക്ഷേ പ്ലെയിൻ ദോശയെക്കാട്ടിലും ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുള്ള ദോശകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യൂട്യൂബിൽ പലരും ഈ വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വനിതയുടെയും TV ഷോയുടെയും കാലത്ത് പഠിച്ചുണ്ടാക്കിയതാണ് ഞാൻ ഈ സാധനം. ഓക്കെ, ബൈ.